ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വൈബ് വിത്ത് മിൻഹ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഒരു മാമ്പഴ പുളിശ്ശേരിയാണ്. നാട്ടുമാങ്ങ വെച്ചിട്ടുള്ളത് മാമ്പഴ പുളിശ്ശേരിയാണ്. അതിനായിട്ടൊരു 6-7 മാമ്പഴം എടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിലുണ്ടായ മാങ്ങയാണ്, നാട്ടുമാങ്ങ. അതിന് വേണ്ടിയിട്ട് ഈ മാങ്ങയിൽ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും ഒരു പച്ചമുളകും 1 സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം. ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. ഇനി മാമ്പഴ പുളിശ്ശേരിക്കുള്ള അരപ്പ് തയ്യാറാക്കുന്നതിനായിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ചെറിയ ജീരകവും കൂടെ ഇട്ട് നമുക്കൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. മഞ്ഞൾപ്പൊടി കുറച്ച് മതി, കാര്യം നമ്മൾ മാങ്ങയ്ക്കകത്ത് മഞ്ഞൾപ്പൊടി ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. പുളിശ്ശേരിക്കുള്ള അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇടയ്ക്ക് ഈ മാങ്ങ ഒന്ന് തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ചിലപ്പോൾ ഈ മാങ്ങ എങ്ങനെ അതിൻ്റെ അടിയിൽ പൊട്ടിപ്പിടിക്കുക. അതിനാണ് നമ്മൾ ആദ്യമേ എണ്ണ ഒഴിച്ചത്. നല്ല വെന്ത് നല്ല സോഫ്റ്റായിട്ട് വരണം. നമ്മുടെ മാങ്ങ അടിപൊളിയായിട്ട് വെന്ത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മുടെ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കും. ഈ കുറച്ച് നേരം ഇനി അരപ്പിട്ടൊന്ന് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 1-2 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളക്കണ്ട, ഒന്ന് ചൂടായി വരണം. ഇത് ജസ്റ്റ് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തൈര് ഒഴിച്ച് തരാം. കട്ടത്തൈര്, ഇത് മിൽമാടെ തൈരാണേ. ഞാനൊരു കൈ കൊണ്ട് ക്യാമറ പിടിച്ചുകൊണ്ട് ഒരു കൈ കൊണ്ട് ഇത് ഒഴിക്കുക, അതുകൊണ്ട് അപ്പം തൈര് ഒഴിച്ച് കൊടുക്കുക. തൈര് ഒഴിച്ചതിന് ശേഷം നമ്മൾ പിന്നെ തിളപ്പിക്കാൻ നിൽക്കരുത്. നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അപ്പം കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യും. ഇനി നമുക്കിതിലേക്കുള്ള കടുക് വറക്കാം. കടുക് വറക്കുന്നതിന് ഒരു പാൻ വെച്ച് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഇട്ടിട്ട് വെളിച്ചെണ്ണ ചൂടായപ്പം കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയ ഉള്ളി അതിന് ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മളതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി വറ്റൽമുളക് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ഒരു നുള്ളു മുളക് പൊടി ഇട്ട് കൊടുക്കാവേ. നമ്മുടെ കറി ഒന്ന് കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കരിയരുത്, ഓഫ് ചെയ്തിട്ട് വേണം നമ്മളിത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നു. റെസിപ്പി വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുമ്പോഴേക്കും ബൈ.